ഡൽഹി ഹൈക്കോർട്ട് ജഡ്ജ് യശ്വന്ത് ശർമ്മയുടെ വസതിയിൽ നിന്ന് കരിഞ്ഞ നോട്ടുകെട്ടുകൾ കണ്ടെത്തി. ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജായ യശ്വന്ത് വർമ്മയുടെ ക്വാർട്ടേഴ്സിലെ ഒരു മുറിയിലാണ് ഈ കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തിയത്. അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11:30 അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് തീ കത്തി. അടുക്കളയിൽ നിന്ന് തീ പടർന്നു. ഫയർഫോഴ്സും സംഘവും രാത്രി തന്നെ അവിടെ എത്തി അവിടെ തീ കെടുത്തി. വീടിനകത്തെ മുറികളിലെല്ലാം വെള്ളം ചീറ്റി എല്ലായിടത്തും നനഞ്ഞു. വീടിനോട് ചേർന്നുള്ള ഒരു മുറിയിൽ പോലീസും ഫയർഫോഴ്സും പരിശോധിച്ചപ്പോൾ അവിടെ 4-5 കെട്ട് ചാക്കിനകത്ത് നോട്ട് കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. ഈ വിവരം ഫയർഫോഴ്സുകാർ അവരുടെ മേലധികാരിയെയും അവിടുത്തെ പോലീസ് അവിടുത്തെ ഡൽഹി കമ്മീഷണറെയും വിവരം അറിയിച്ചു. അത് രാത്രി 11:30 തീ കത്തിയത്. വെള്ളിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച ഈ വിവരം രാജ്യം മുഴുവൻ അറിഞ്ഞെങ്കിലും ഡൽഹി പോലീസ് കമ്മീഷണർ ആ വിവരം ഡൽഹി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുന്നത് അടുത്ത ദിവസം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4:50 മാത്രമാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായോട് പറഞ്ഞു, ജസ്റ്റിസിൻ്റെ കത്തിയ വീടിൻ്റെ ഒരു മുറിയിൽ നോട്ടുകെട്ടുകൾ കട്ടിക്കിടക്കുന്നത് ഒരു ഗാർഡ് കണ്ടു എന്ന്. എന്തായാലും വിവരം ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചതോടുകൂടി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആ വിവരം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിലെ അറിയിക്കുകയുണ്ടായി. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ചില ട്രാൻസ്പെറൻസിയുടെ ഉദ്ദേശത്തോടുകൂടി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചില നീക്കങ്ങൾ നടത്തി. അദ്ദേഹം ഈ സംഭവമായിട്ട് അനുബന്ധിച്ച് അവിടെ തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, പിന്നെ അവിടുത്തെ ഹൈക്കോടതി രജിസ്ട്രി എന്നുള്ള സ്റ്റാഫുണ്ട്. ഇവരൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ആ വസതി. അദ്ദേഹം സ്ഥലത്തും ഇല്ല. എന്തായാലും ഈ വിവരം ചീഫ് ജസ്റ്റിസ് അറിഞ്ഞതോടുകൂടി അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ചില പ്രിവെൻറ്റീവ് നടപടികൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നടത്തി. അദ്ദേഹം കഴിഞ്ഞ 6 മാസത്തെ ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെയും പേഴ്സണൽ സെക്യൂരിറ്റിയുടെയും രജിസ്ട്രിയുടെ സ്റ്റാഫിൻ്റെയും എല്ലാ കോൾ ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യാൻ ഉത്തരവിട്ടു. അത് പ്രിസർവ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡൽഹി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറിലെയും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലെയും പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുന്ന സ്ഥലത്തെ എല്ലാം മെസ്സേജും കറസ്പോണ്ടൻസും എല്ലാം 6 മാസത്തെ പ്രിസർവ് ചെയ്തു. അതൊന്നും പേഴ്സണലായിട്ട് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ യശ്വന്ത് വർമ്മയ്ക്ക് നിർദ്ദേശം കൊടുത്തു. അത് ഡൽഹി ചീഫ് ജസ്റ്റിസ് മുഖേന ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചില ഡോക്യുമെൻറ്റ്സ് എല്ലാം എയറിൽ വന്നു. തീ കത്തിയ നോട്ടുകളുടെ ദൃശ്യങ്ങളെല്ലാം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഏതായാലും ഇന്ത്യയിലെ ഒരു ജഡ്ജിൻ്റെ വസതിയിൽ ചേർന്നുള്ളൊരു മുറിയിലാണ് ഇത് കാണപ്പെട്ടത്. അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആ സ്പോട്ട് സന്ദർശിച്ചു. ആ സ്ഥലത്ത് യശ്വന്ത് വർമ്മയും അവിടെ എത്തി. ഇത് തൻ്റെ കൈവശമുള്ള മുറിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ വസതിയിലൊരു മുറിയാണ് എന്ന് പറഞ്ഞ് പോലീസും അവിടുത്തെ ഫയർഫോഴ്സ് ഗാർഡും. ഇദ്ദേഹം മറ്റു ചില കാര്യം കൂടെ പറഞ്ഞു. തനിക്കിതേപ്പറ്റി അറിയില്ല, ഈ മുറി തൻ്റെ കൈവശമല്ല, ഇതിനോട് ചേർന്നാണ് CRPയുടെ അവരുടെ ഗാർഡും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഭാഗവും CPW സെൻട്രൽ PWയുടെ ഒരു ഭാഗമാണ് ഈ ഒരു മുറി. ആ മുറിയിൽ ധാരാളം വേസ്റ്റുകൾ കൂട്ടിയിടുന്ന സ്ഥലമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ടോട്ടലായിട്ട് ഇത് നിഷേധിച്ചിരിക്കുന്നു. എന്തായാലും ഈ വിവരത്തെപ്പറ്റി ഇന്ത്യ മുഴുവൻ വാർത്തകളായി. കാരണം ട്രാൻസ്പെറൻസിയുടെ പ്രശ്നമുണ്ട്. ഗവൺമെൻറ് ഓഫ്
ഇന്ത്യ ഇതേപ്പറ്റി കമൻറ്റുകളൊന്നും ഇതുവരെ പറഞ്ഞില്ല. ഡൽഹി പോലീസിൻ്റെ ഒരു വിവരം പാസ് ഓൺ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇൻ്റർനെറ്റിലെ ഡീറ്റെയിൽസും പ്രോട്ടോക്കോളിൻ്റെ ഡീറ്റെയിൽസും എല്ലാ വിവരങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 2024 സെപ്റ്റംബർ 1 മുതലുള്ള കോൾ ഡീറ്റെയിൽസും എല്ലാം പെൻഡ്രൈവിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എത്തിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരു ഉത്തരവിട്ടു. ഒരു ഇൻഹൗസ് എൻക്വയറി ഈ സംഭവത്തെപ്പറ്റി നടത്താൻ അദ്ദേഹം ഇന്ത്യയിലെ 3 ജസ്റ്റിസുമാരെ നിയോഗിച്ചു. അതിനകത്ത് പഞ്ചാബ് ഹരിയാന ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു അദ്ദേഹത്തിനെ ആ കമ്മിറ്റിയിൽ ഒരാളാക്കി. GS ശാന്താവാര്യ ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അനു ശിവരാമൻ, ഇവർ 3 പേരും ഈ ഇൻഹൗസ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നു. ഇവർ ഇതേപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവം ഇന്ത്യയുടെ ജുഡീഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ആ ജുഡീഷ്യറിക്ക് പരിക്കേൽക്കാതെ അതിനൊരു ട്രാൻസ്പറൻസി എല്ലാ കാര്യത്തിലും ഉണ്ടെന്നറിയാം നമുക്ക്. ആ ഒരു കാര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോൾ തന്നെ നടപടിയെടുത്തു. അദ്ദേഹം കണ്ടതും ലഭിച്ച കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ നമുക്കെല്ലാവർക്കും ദൃശ്യമായി. അതൊന്നും സപ്രസ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ വസതിയിൽ ചേർന്നുള്ളൊരു മുറിയിലാണ് യശ്വന്ത് വർമ്മ അത് നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയുടെ ഭാഗമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം ജസ്റ്റിസാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗം കിട്ടേ പറ്റുള്ളൂ. എടുത്തു ചാടി ഒരു നിഗമനത്തിലോട്ട് പോകാൻ പറ്റില്ല. ഫയർഫോഴ്സ് അവിടെ തീ കെടുത്തി കഴിഞ്ഞപ്പോൾ അവരാണ് ഇത് ആദ്യം കണ്ടത്. ഫയർഫോഴ്സ് അഡീഷണൽ ഡയറക്ടർ ഇതേപ്പറ്റി ഒരു പ്രസ്താവന കണ്ടു. അവിടെ നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. 4-5 ചാക്കുകെട്ടിനകത്ത് നോട്ടുണ്ടായിരുന്നു കരിഞ്ഞു കിടക്കുന്നതായിട്ടാണ് ഇന്ത്യയിലുള്ള വാർത്തകളിലൊക്കെ പറയുന്നത്. എന്തായാലും അതിൻ്റെ അടുത്ത് ഒരു സെൻട്രൽ PWയുടെ ഒരു ഓഫീസും ഗോഡൗണും, അതിനടുത്ത് CRPയുടെ ഒരു ഗോഡൗണും, CRPയുടെ ചില ഡോക്യുമെൻസും അവരുടെ എക്യുപ്മെൻസും ഒക്കെ വെക്കുന്ന സ്ഥലവും ഇതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ ഈ റൂമുകളെല്ലാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് വേസ്റ്റ് ഇടുന്ന ഒരു മുറിയിലാണ് ഇത് കാണപ്പെട്ടത്, താൻ ഉപയോഗിക്കുന്നതല്ല, തൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗമല്ല എന്നും പറഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഇൻഹൗസ് എൻക്വയറിയിൽ ഇപ്പോൾ ഇവരുടെ എല്ലാം 2024 സെപ്റ്റംബർ 1 മുതലുള്ള 6 മാസത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വസതിയിലെ ഗാർഡായിട്ടും സെക്യൂരിറ്റിക്കാരായിട്ടും ഹൈക്കോടതി രജിസ്ട്രിയുടെ സ്റ്റാഫുമായിട്ടും ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെയും ഫോൺ കോൾസ് 6 മാസത്തെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം ഇത് മുഴുവൻ എടുത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞു. കൂടാതെ സ്വന്തമായിട്ട് ഇതിനകത്തുള്ള അല്ലെങ്കിൽ യശ്വന്ത് വർമ്മയെ അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോളുകളൊന്നും ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല, മെസ്സേജ് ഒന്നും ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലുള്ള കണ്ടൻസ് ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവയെല്ലാം ഇത് ഓൾറെഡി തന്നെ ഇപ്പം പെൻഡ്രൈവിലാക്കി കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിന് ഒരു എൻക്വയറി എത്രയും പെട്ടെന്ന് നടക്കണം. പ്രത്യേകിച്ച് ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ പേരിലാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. അദ്ദേഹം അത് ടോട്ടലായിട്ട് നിഷേധിച്ചെങ്കിലും അതിൻ്റെ സത്യസ്ഥിതിയിലോട്ട് മാറണം. കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലെ ഒരു മുറിയിൽ നിന്നാണ് കണ്ടെത്തിയത് എന്ന് കരുതി ലോകസഭയിലെ കോൺഗ്രസ് അംഗങ്ങൾ ചില നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു. ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറിന് 50 പേരടങ്ങിയ MP ഒരു ഒപ്പിട്ട് കൊടുത്താൽ അത് പാർലമെൻറ്റിലെ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതുതന്നെയല്ല, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ എന്ന് ബോധ്യപ്പെട്ടാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ രാജിവെക്കാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഇന്ത്യൻ പ്രസിഡന്റ് മുഖേന നടത്താം. എന്തായാലും ഇത് പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിനകത്ത് അദ്ദേഹം ഒരു ജസ്റ്റിസാണ്, ഡൽഹി ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള ഒരു ജസ്റ്റിസാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കേട്ടേ പറ്റുള്ളൂ. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ സത്യസ്ഥിതി നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
എടുത്തുചാടി ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കാൻ പാടില്ല. കാരണം പല കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ട്രാൻസ്പെറൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് വേണം ഇതിനകത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.